സുഹൃത്തുക്കളെ, എൻ്റെ നേരുകളിലേക്ക് മധുനായ ഏവരെയും വീണ്ടും ക്ഷണിക്കുകയാണ്. ഇന്ന് എൻ്റെ മനസ്സിൽ കൂടി പോകുന്ന ചില ചിന്തകൾ ഈ നാട്ടിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ചിട്ടാണ്. എൻ്റെ ഒരു സുഹൃത്തെന്ന് പറയാൻ ഒക്കില്ല, പക്ഷേ വളരെയധികം നല്ല പരിചയമുള്ള രാഷ്ട്രീയക്കാരൻ PC ജോർജിൻ്റെ ദുരവസ്ഥയെക്കുറിച്ചിട്ട് ഉള്ള ചില എൻ്റെ ആകുലതകളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. PC ജോർജ് എന്ന രാഷ്ട്രീയക്കാരൻ കഴിഞ്ഞ 2-3 ദശാബ്ദങ്ങളായിട്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആളാണ്. അഭിപ്രായങ്ങൾ വെട്ടിത്തുറന്ന് ഏതൊരു ഭയവുമില്ലാതെ, അല്ലെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു കരിയർ ലാഡർ നോക്കാതെ പറയാൻ ശീലിച്ചിട്ടുള്ള അദ്ദേഹം ഇരു മുന്നണികളിലും ഭാഗമായിട്ടുണ്ട്. കേരളത്തിൻ്റെ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനം വളരെ വലുതാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക, ഈ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ മാതൃകാപരമാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ്, നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കും, പ്രശസ്ത സിനിമാ നടൻ ജഗതി ശ്രീകുമാറിൻ്റെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളായിട്ട് ജഗതിയുടെ എന്താ പറയുക സംരക്ഷണം മുഴുവനും ഏറ്റെടുത്തിരിക്കുന്നത് ആ കുടുംബമാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, എന്ത് പാതകമാണ് PC ജോർജ് ചെയ്തത്. ജയിലിൽ പോകേണ്ട അവസ്ഥ. ജയിലിൽ പോകാതിരിക്കാൻ ഒരു പ്രീ ബെയിലിന് വേണ്ടി അപേക്ഷിച്ചപ്പോൾ കോടതി കൊടുത്തില്ല എന്ന് മാത്രമല്ല, നിശ്ചിതമായിട്ട്, അതായത് സുപ്രീം കോടതിയുടെ കാര്യമായിട്ട് റൂളിംഗ് ഉണ്ട്, ജഡ്ജിമാർ വിധി പ്രസ്താവിച്ചാൽ മതി, അവരുടെ അഭിപ്രായങ്ങളൊന്നും വിധിന്യായത്തിൽ എഴുതി വയ്ക്കരുത്. പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയക്കാരൻ എങ്ങനെയാവണം, രാഷ്ട്രീയക്കാരനായി ഇരിക്കേണ്ട ഒരു യോഗ്യതയും ജോർജിനില്ല എന്നൊക്കെ പറഞ്ഞ് ഉള്ള ഒരു തികച്ചും ബാലിശമായിട്ടുള്ള വിധി. അതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ജയിലിൽ തന്നെ പോകേണ്ടി വന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം വിശ്വസിക്കുന്ന കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയുവാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനില്ലേ? അതൊരു ദേശരക്ഷാ പ്രശ്നത്തിൻ്റെ ഭാഗമായി കണക്കാക്കുക, അതിൽ ഉൾപ്പെടുത്തി അദ്ദേഹത്തിന് ജയിലിലയക്കുക. ഇതുപോലെ എന്തെല്ലാം സംഭവങ്ങൾ ഈ നാട്ടിൽ നടക്കുന്നു. ഇപ്പോൾ തന്നെ ഗാന്ധിയെ വധിച്ച ഗോഡ്സെയെ പ്രകീർത്തിച്ചിട്ടുണ്ട്. എത്ര പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത്, അവരെല്ലാം പിടിച്ച് ജയിലിടുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, ഒരു ജനാധിപത്യത്തിൽ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, എന്ത് അഭിപ്രായം പറയുവാനുമുള്ള അവകാശം പൗരനുണ്ടായിരിക്കണം. ഇത് തന്നെയാണ് മറ്റ് വിശേഷിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഡെമോക്രസി നിലവിലുള്ള രാജ്യങ്ങൾ. അമേരിക്കയിലാണെങ്കിൽ പറയുകയും വേണ്ട, വൈറ്റ് ഹൗസിൻ്റെ മുമ്പ് പ്രസിഡൻറ്റിനെ തെറി വിളിച്ച് കഴിഞ്ഞാൽ ആർക്കും അവരെ ജയിലിലടയ്ക്കാനായിട്ടുള്ള അധികാരമൊന്നുമില്ല. ഇവിടെ ഇതൊരു ടോട്ടൽ എന്താ പറയുക, ഒരു രാഷ്ട്രീയ പ്രേരിതമായിട്ട് ഒരു രാഷ്ട്രീയ എതിരാളികളെ ജയിലിലടയ്ക്കുവാനായിട്ടൊരു ഉപയോഗമായിട്ട് വന്നിരിക്കുന്ന പ്രവണത എത്രയും പെട്ടെന്ന് നിയമപരമായിട്ട് മാറിക്കിട്ടണം. ഇതൊന്നും തുടങ്ങിയതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, 1955-56 ആണ് EMS ഇന്ത്യൻ കോടതി വ്യവസ്ഥയെക്കുറിച്ച് നെഗറ്റീവായിട്ട് ഒരു പരാമർശം നടത്തിയതിന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്ത് നമ്പൂതിരിപ്പാടിനെ ശിക്ഷിക്കുകയാണ് ചെയ്തത്. ഇത് എല്ലാം മാറി വന്നേ തീരുള്ളൂ. ആക്ച്വലി നമുക്ക് എന്തെല്ലാം വേണമെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ആളുപദ്രവം ഒക്കെ ചെയ്യുക, കയ്യും കളി, അതൊക്കെ ക്രിമിനൽ കുറ്റങ്ങൾ തന്നെയാണ്. പക്ഷേ വാഗൊണ്ട് എന്തും പറയുവാനായിട്ടുള്ള അവകാശം, അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് ഒരു ദേശദ്രോഹമായിട്ട് കണക്കാക്കി ജയിലിലടയ്ക്കുന്ന ഈ പ്രവണത അവസാനിച്ചേ തീരുള്ളൂ. അതിനു വേണ്ടി രാഷ്ട്രീയ കക്ഷികൾ ഒരു വലിയ പ്രക്ഷോഭം നടത്തിയാലും വേണ്ടില്ല. അത് ഉടനെയൊന്നും ഉണ്ടാവുമെന്ന് തോന്നില്ല. കാരണം പലർക്കും ഈ പ്രധാനപ്പെട്ട പ്രമുഖ കക്ഷികൾക്കൊന്നും യോജിക്കാത്ത രീതിയിലുള്ള രാഷ്ട്രീയ നിലപാടുകളാണ് PC ജോർജ് എടുത്തിരിക്കുന്നത്. കോടതിയിൽ വീണ്ടും അത് അപ്പീൽ പോയിരിക്കുന്നു. കോടതി ഇതിലുള്ള ഗൗരവം എത്രയുണ്ടെന്നുള്ളത് ശരിക്കും അപഗ്രഥിച്ച് പഠിച്ചിട്ട് ജോർജിനെ കുറ്റമുക്തനാക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് എൻ്റെ ഈ ആഴ്ചത്തെ എൻ്റെ നേരുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.